ശ്രീ ജയസൂര്യൻ, അതായത് വഖഫ് വിഷയത്തിലടക്കം തിരിച്ചടി ലഭിക്കുകയാണ്. കേരളത്തിൻ്റെ പ്രത്യേക സാഹചര്യത്തെ മുതലെടുത്ത് ന്യൂനപക്ഷങ്ങളെ തമ്മിൽ തല്ലിച്ച് വേർതിരിവിൻ്റെ രാഷ്ട്രീയം ഉയർത്താനുള്ള എല്ലാ ശ്രമങ്ങൾക്കും ഉടനടി തിരിച്ചടി കിട്ടുന്നു. ഇതാ ക്രൂശിത ദിവസത്തിൽ, ദുഃഖവെള്ളിയിൽ അത് സഭയുടെ ആധികാരിക നാവുകളിൽ നിന്ന് പുറത്തെത്തുകയാണ്. ഈ പശ്ചാത്തലത്തിൽ, ഈ രാഷ്ട്രീയ തിരിച്ചടിയിൽ എന്ത് പാഠമാണ് BJP കാണുക, കൈക്കൊള്ളുക? ഏതായാലും ഇങ്ങനെയുള്ള ആൾക്കാർക്ക് തിരിച്ചടി കിട്ടുന്നു എന്ന് പറയുന്നത് വളരെ സന്തോഷകരമാണ്. ആൾക്കാരെ ഭിന്നിപ്പിക്കുകയും അതിൻ്റെ പേരിൽ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുകയും ചെയ്യുന്ന ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികളായ LDFനും UDFനും ശക്തമായ തിരിച്ചടിയാണ് കിട്ടിയിരിക്കുന്നത്. കാരണം അവരുടെ നിലപാടുകൾ എല്ലാ കാലത്തും വർഗീയ പ്രീണനത്തിൻ്റേത് മാത്രമായിരുന്നു. മതന്യൂനപക്ഷങ്ങളെ വോട്ട് ബാങ്കുകളായി മാത്രം കാണുകയും അങ്ങനെ കണ്ടുകൊണ്ട് രാഷ്ട്രീയം കളിക്കുകയും അവരുടെ അടിസ്ഥാനപരമായ ആവശ്യങ്ങളെ എല്ലാ കാലത്തും അവഗണിക്കുകയും ചെയ്ത LDF UDF മുന്നണികൾക്ക് കനത്ത തിരിച്ചടിയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. കേരളത്തിൻ്റെ രാഷ്ട്രീയ സാമുദായിക സാഹചര്യങ്ങളിൽ എന്താണ് സത്യമെന്ന് ഇപ്പോൾ ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ കേന്ദ്രം കൊണ്ടുവന്ന വഖഫ് നിയമ ഭേദഗതിക്ക് കേരളത്തിലെ ഇടത് വലത് മുന്നണികൾ എതിരു നിന്നിട്ട് പോലും ഇവിടെ കേരളത്തിലെ സഭാ നേതൃത്വത്തിൻ്റെ സംസ്ഥാന നേതൃത്വവും അഖിലേന്ത്യാ നേതൃത്വവും ഒറ്റക്കെട്ടായി ആവശ്യപ്പെട്ടിട്ട് പോലും LDFൻ്റെയും UDFൻ്റെയും ഭാഗത്തുനിന്ന് യാതൊരു പിന്തുണയും കിട്ടിയില്ല. എന്നിട്ട് പോലും ആ പറയുന്ന നിയമ ഭേദഗതി പാർലമെൻറ്റ് പാസാക്കി. ഇപ്പോൾ അതിൻ്റെ നടപടിക്രമങ്ങളിലൂടെ ജനങ്ങളിലേക്ക് അതിൻ്റെ ഗുണഫലങ്ങൾ എത്താൻ പോവുകയാണ്. രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ 1995-ലും 2013-ലും കോൺഗ്രസ് പാർട്ടി ഈ രാജ്യത്തെ ഭരണഘടനയേക്കാൾ കോടതിയേക്കാൾ ഉയരത്തിൽ ഇസ്ലാമിക നിയമങ്ങൾക്ക് അനുവാദം കൊടുത്തപ്പോൾ, അധികാരം കൊടുത്തപ്പോൾ, തുല്യം ചാർത്തിയപ്പോൾ, ഭരണഘടന തിരുത്തിയപ്പോൾ അതിനെതിരെ ഇത്തരമൊരു തിരിച്ചടി ഉണ്ടാകുമെന്ന് കോൺഗ്രസ് പാർട്ടി ഒരിക്കലും ചിന്തിച്ചിട്ടുണ്ടാവില്ല. കേരളത്തിലെ വയനാട്ടിൽ നിന്ന് ജയിച്ച കോൺഗ്രസിൻ്റെ പരമോന്നത നേതാവ് അന്ന് സഭയിൽ പോലും എത്തിയില്ല. സഭയിൽ ഉണ്ടായിരുന്നിട്ടും രാഹുൽ ഗാന്ധി ഒരക്ഷരം മിണ്ടിയുമില്ല. കോൺഗ്രസ് പാർട്ടിക്ക് മുനമ്പം വിഷയത്തിൽ നിലപാട് എന്താണ് എന്ന് ചോദിച്ചാൽ അവർക്ക് നിലപാടും ഇല്ല. അതായത് മുനമ്പത്തെ ഭൂമി വഖഫ് ഭൂമിയാണോ എന്ന് ചോദിച്ചാൽ കോൺഗ്രസ്സിന് മറുപടി ഇല്ല. ആ കോൺഗ്രസ് കാണിച്ച കൊടും ചതി, ഈ രാജ്യത്തെ ജനങ്ങളോട് കാണിച്ച കൊടും ചതിക്കുള്ള പരിഹാരം ഇന്ത്യൻ പാർലമെൻറ്റ് ഇപ്പോൾ ചെയ്തിരിക്കുന്നു. ഇന്ത്യയിലെ ഭൂരിപക്ഷ പിന്തുണയുള്ള ഭരണകൂടം അത് നേടിയെടുത്തിരിക്കുന്നു. ഇനി ശാന്തിയുടെ നാളുകളിലേക്ക് പോകുവാനുള്ള സമയമായിരിക്കുന്നു എന്നുള്ളതാണ് ഈ നിമിഷത്തിൽ സന്തോഷകരമായി ഇന്നലത്തെ പരമോന്നത കോടതിയുടെ ഉത്തരവ് താങ്കൾ കണ്ടിരിക്കും. അതറിഞ്ഞിട്ടാണോ താങ്കൾ പറയുന്നത് എന്നത് കൂടി ഞാൻ താങ്കളുടെ ശ്രദ്ധയിലേക്ക് പെടുത്തുന്നു. 1. 2, ഇവിടെ തിരിച്ചടി ലഭിച്ചത് LDFനും മതേതര ചേരിക്കുമല്ല. നോക്കൂ, ഇവിടെ 350 രൂപ റബ്ബറിന് വില നൽകിയാൽ BJPക്ക് വോട്ട് ചെയ്യാൻ തയ്യാറാണ് എന്നു പറഞ്ഞ മതമേലധ്യക്ഷന്മാർ വരെ BJPക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. തലശ്ശേരി ബിഷപ്പ് പാംപ്ലാനി പിതാവും കാലിക്കറ്റ് ആർച്ച് ബിഷപ്പ് ചെക്കാലക്കലും പറഞ്ഞ കാര്യങ്ങൾ BJPയുടെ രാഷ്ട്രീയം തിരിച്ചറിഞ്ഞ് അതിനെ എതിർക്കുന്നതാണ്. അതാണ് ഇന്ന് നമ്മൾ ന്യൂസ് ആൻഡ് വ്യൂസിൻ്റെ തുടക്കത്തിൽ തന്നെ അവരുടെ വാക്കുകൾ കാട്ടിയതും. ശ്രീ ജയസൂര്യൻ, KCBCയും CBCIയും അതായത് സംസ്ഥാന തലത്തിലും അഖിലേന്ത്യാ തലത്തിലും അവരെടുത്ത തീരുമാനങ്ങൾ ഇതുവരെ പിൻവലിച്ചിട്ടില്ല. അവരെടുത്ത തീരുമാനങ്ങളിൽ അവർ അടിയുറച്ച് നിൽക്കുകയാണ്. പിന്നെ ഓരോ ബിഷപ്പുമാരെയും പോയി കണ്ട് അവരിൽ നിന്ന് പ്രതികരണമുണ്ടാക്കി രാഷ്ട്രീയ വാർത്തകൾ സൃഷ്ടിക്കാൻ LDFനും UDFനും സാധിക്കുന്നതിൻ്റെ പിന്നിലൊരു കാരണമുണ്ട്. BJP കേരളം ഭരിച്ചിട്ടില്ല. LDFും UDFും കൂടി 75 വർഷം കേരളം ഭരിച്ചു. അവർക്ക് MP-മാർ, MLA-മാർ, മന്ത്രിമാർ ഇങ്ങനെയുള്ളവരെല്ലാം കൂടി ഒരു 50 ക്രിസ്ത്യാനികൾ തന്നെ ഉണ്ടാകും 2 മുന്നണിയിലുമായിട്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ബിഷപ്പുമാരുമായി ബന്ധപ്പെടാൻ വളരെ എളുപ്പമാണ്. അവർ ബിഷപ്പുമാരെ തെറ്റിദ്ധരിപ്പിക്കാൻ മാത്രമുള്ള ബന്ധങ്ങൾ അവർക്കുണ്ട്. ആ കാര്യത്തെക്കുറിച്ച് വ്യക്തമായി പഠിക്കാത്ത, ദൈവശാസ്ത്രം വ്യക്തമായി പഠിച്ചിട്ടുണ്ടെങ്കിലും കാനോൻ നിയമം വ്യക്തമായി പഠിച്ചിട്ടുണ്ടെങ്കിലും ഇന്ത്യയുടെ യഥാർത്ഥത്തിലുള്ള ഭരണഘടന വ്യക്തമായി പഠിക്കാൻ സമയം കിട്ടാത്ത ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ വളരെ എളുപ്പമാണ്.
അത് അതായത് ഇപ്പോൾ ബി ജെ പിക്കെതിരെ വരുമ്പോൾ രംഗത്ത് വന്ന യാഥാർത്ഥ്യം അവരും പിതാക്കന്മാർ, മതമേലധ്യക്ഷന്മാർ, ആർച്ച് ബിഷപ്പും ബിഷപ്പും അടക്കമുള്ളവർ കാനോൻ നിയമം പഠിച്ചിട്ടുണ്ടെങ്കിലും ഭരണഘടനാ വിരുദ്ധമാണ് അവരുടെ വാക്കുകൾ എന്നതാണോ താങ്കൾ പറയുന്നത്? അല്ല, ഭരണഘടനാ വിരുദ്ധം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. വെറുതെ എൻ്റെ വാക്ക് വളച്ചൊടിക്കരുത്. ഭരണഘടന പഠിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്. അവർ പറഞ്ഞത് ഭരണഘടന അറിയാത്ത കാര്യങ്ങളാണ്. നിയമവും അതൊക്കെ പഠിച്ചാൽ ഭരണഘടന അറിയാത്തവരാണ് അവർ. അവർക്ക് കാനോൻ നിയമം പറഞ്ഞതേ ഉള്ളൂ. അതിന്റെ മറ്റൊരു മൊഴി എന്ന് പറയുന്നത് മതപരമായ കാര്യങ്ങൾ മാത്രമേ അവർക്കറിയാവൂ, രാജ്യത്തിന്റെ ഭരണഘടനയെ സംബന്ധിച്ച് അവർക്ക് അറിയില്ല. അപ്പോൾ ബി ജെ പിയെ എതിർത്ത് വരുന്ന ക്രൈസ്തവ മതമേലധ്യക്ഷന്മാർക്ക് നേരായ ബി ജെ പിയുടെ ഭീഷണിയാണത്. ജയസൂര്യൻ, അങ്ങനെയൊന്നും പറഞ്ഞ് വ്യാഖ്യാനിച്ചാൽ വീഴുന്നവരല്ല ഇപ്പൊ ക്രിസ്ത്യാനികൾ. പണ്ടൊക്കെ വീഴുമായിരുന്നു. പണ്ടൊക്കെ ബി ജെ പിക്കെതിരെ എന്തു പറഞ്ഞാലും അത് തൊണ്ട തൊടാതെ വിഴുങ്ങുമായിരുന്നു ക്രിസ്ത്യാനികളും മതമേലധ്യക്ഷന്മാരും. ഇപ്പൊ ഇങ്ങനെയൊക്കെ വ്യാഖ്യാനിച്ചാലും അവർക്ക് അത് മനസ്സിലാവും. കാരണം അത്രമാത്രം LDF ഉം UDF ഉം അവരെ വഞ്ചിച്ചു കഴിഞ്ഞിരിക്കുന്നത് കൊണ്ട്. പക്ഷേ അവർക്ക് വഞ്ചിച്ചതായി ബോധ്യപ്പെട്ടത് BJP-യാണ്. കാരണം വഖഫ് ഭേദഗതി നിയമത്തിന് മുൻകാല പ്രാബല്യമില്ല, അതുകൊണ്ട് മുനമ്പം നിവാസികളെ എന്ന് പറഞ്ഞ് മലർത്തിയത് ഇവിടെ വന്ന കിരൺ റിജിജു എന്ന നിങ്ങളുടെ കേന്ദ്രമന്ത്രിയാണ്. KCBC അടക്കം വഖഫ് നിയമം ഈ വിധത്തിൽ സഹായകമാകുമെന്ന് പ്രതീക്ഷിച്ചാണ് അതിനെ പിന്തുണച്ചത് എന്നതടക്കം KCBCയുടെ ഭാഗത്തു നിന്ന് അടക്കമുള്ള പ്രതികരണങ്ങൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ BJP അവരെ വഖഫ് ഭേദഗതി നിയമം കാട്ടി വഞ്ചിക്കുകയാണെന്ന് ആ ജനതയ്ക്ക് ബോധ്യമായി. അതിൻ്റെ പ്രതികരണമാണ് ചെക്കാലക്കൽ പിതാവിൽ നിന്നും ഉണ്ടായത്. ശ്രീ ജയസൂര്യൻ, അങ്ങനെയുള്ള വ്യാഖ്യാനങ്ങൾ ചമയ്ക്കാൻ മീഡിയയും LDF UDF ഉം പണ്ടൊക്കെ ശ്രമിച്ചാൽ നടക്കുമായിരുന്നു. ഈ പറയുന്ന വസ്തുത പറഞ്ഞാൽ പണ്ട് അവർ വിഴുങ്ങുമായിരുന്നു. ഇപ്പൊ വിഴുങ്ങില്ല. കാരണം ഈ വസ്തുതകൾ കേട്ട് വിശ്വസിച്ച് അവര് ഇതൊക്കെ പഠിച്ചതാണ്. മണിപ്പൂരിലെയും ജബൽപൂരിലെയും രാജ്യ തലസ്ഥാനത്ത് കുരിശിന്റെ വഴി പോലും നിഷേധിക്കുകയും ചെയ്യുന്ന ക്രൈസ്തവർ രാജ്യത്ത് അനുഭവിക്കുന്ന പീഡനങ്ങളെക്കുറിച്ച് ശ്രീ തലശ്ശേരി പിതാവ് പാംപ്ലാനി പറഞ്ഞതടക്കമുള്ള വാക്കുകൾ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? അത് BJP-ക്കെതിരായ തിരിച്ചറിവായി താങ്കൾ കാണുന്നില്ലേ? കാണുന്നില്ല. എന്തുകൊണ്ട് അത് കാണുന്നില്ല എന്ന് പറയാൻ കാരണം ഈ പറയുന്ന സ്ഥലങ്ങളെക്കാളൊക്കെ അടുത്ത് കൃത്യമായി പറയാം. കേരളത്തിനകത്ത് തൊടുപുഴ എന്ന് പറയുന്ന സ്ഥലത്ത് തൊമ്മൻകുത്ത് എന്ന് പറയുന്ന സ്ഥലത്തെ പള്ളിയിലെ കുരിശ് പിഴുത് കളഞ്ഞതിനെ കുറിച്ച് ആരും സംസാരിക്കുന്നില്ലല്ലോ. ഈ കുരിശ് പിഴുതത് ഉത്തർപ്രദേശിലെ തൊമ്മൻകുത്തിലായിരുന്നെങ്കിൽ ഇപ്പൊ എന്താകുമായിരുന്നു അവസ്ഥ? അപ്പൊ കേരളത്തിലെ തൊമ്മൻകുത്തില് തൊടുപുഴയില് കുരിശ് പിഴുത് കളഞ്ഞത് കേരളത്തിന്റെ സർക്കാരാണ്. എന്താ മിണ്ടാട്ടം ഇല്ലാത്തത്? എന്താ ചർച്ചയില്ലാത്തത്? എന്താണ് ചാനൽ ചർച്ച ഇല്ലാത്തത്? അപ്പൊ ഇതൊക്കെ ഇവിടെ എല്ലാവർക്കും മനസ്സിലാവും. ശ്രീ ജയസൂര്യൻ, ഇന്ന് പാംപ്ലാനി പിതാവ്, അതായത് അതുപോലെ തന്നെ ബംഗാളിലെ ബൂർഷിദാബാദ് കേൾക്കൂ, അതായത് BJP-ക്ക് വോട്ട് ചെയ്യാൻ തയ്യാറാണ് എന്ന് ഒരു വേളയിൽ പറഞ്ഞിരുന്ന പാംപ്ലാനി പിതാവാണ് ഇന്നിപ്പോൾ BJP സർക്കാരിൻ്റെ രാജ്യത്തെ ചെയ്തികൾ, പ്രത്യേകിച്ച് ക്രൈസ്തവ വിഭാഗത്തിനെതിരായി സംഘപരിവാർ നടത്തുന്ന ക്രൂരതകൾ വിവരിച്ചുകൊണ്ട് നിങ്ങൾക്കെതിരെ മോദി സർക്കാരിനെതിരെ ആഞ്ഞടിച്ചിരിക്കുന്നത്. ഈ ഘട്ടത്തിൽ താങ്കൾ തൊടുപുഴയിലെ ഏതോ വിഷയമാണ് പറയുന്നത്. എന്തുകൊണ്ട് പാംപ്ലാനി പിതാവ് പറഞ്ഞ കാര്യങ്ങളെ താങ്കൾ അഡ്രസ്സ് ചെയ്യുന്നില്ല BJP-ക്കെതിരെ? മണിപ്പൂർ, ജബൽപൂർ, അത് മാത്രമല്ല സ്റ്റാൻ സ്വാമിയുടെ വിഷയം, പിന്നെ അതുമാത്രമല്ല ഗ്രഹാം സ്റ്റെയിൻസിനെയും മക്കളെയും ചുട്ടുകൊന്ന പ്രതിയെ ഒഡീഷയിലെ BJP സർക്കാർ ഇതാ ജയിൽ മോചിതരാക്കിയിരിക്കുന്നു. ഈ വാർത്തകളൊക്കെ ക്രൈസ്തവ സമൂഹം വായിക്കുന്നവരാണ്, കേൾക്കുന്നവരാണ്, അവർക്ക് ബോധ്യമായ കാര്യങ്ങളാണ്. എന്നിട്ട് ഇവിടെ അവരെ പ്രീണിപ്പിക്കാനുള്ള ചില നീക്കങ്ങൾ, അതിനും മുനമ്പത്ത് തിരിച്ചടി ലഭിച്ചിരിക്കുന്നു. അവർക്ക് മനസ്സിലായി വഖഫ് നിയമം ഭേദഗതി കൊണ്ട് അവരുടെ പ്രശ്നം പരിഹരിക്കപ്പെടില്ല. സംസ്ഥാന സർക്കാർ പറഞ്ഞ സാധ്യതയാണ് അവർക്ക് വിശ്വാസം എന്നത് ചക്കാലക്കൽ പിതാവ് പറഞ്ഞ വാക്കുകളാണ് ഞാൻ താങ്കളെ കേൾപ്പിച്ചത്. എന്നിട്ടും BJP ഇങ്ങനെ പറയുകയാണ്. ഇതൊന്നും ജയസൂര്യനും BJP-യും കേൾക്കുന്നില്ലേ? എല്ലാം കേൾക്കുന്നുണ്ട്. ഇപ്പോൾ പറഞ്ഞ ലിസ്റ്റിൻ്റെ കൂടെ
ഒരു 10-15 സ്ഥലവും കൂടെ കൂട്ടിപ്പറഞ്ഞ് ആ ലിസ്റ്റ് എത്ര വലുതാക്കി വലിച്ചു നീട്ടി അവതരിപ്പിച്ചാലും പണ്ടൊക്കെ ക്രിസ്ത്യാനികൾ വീണു പോകുമായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കത്തോലിക്ക ബിഷപ്പുമാരുടെ സംസ്ഥാന സമിതിയും അഖിലേന്ത്യാ സമിതിയും പറഞ്ഞ വാക്കിൽ നിന്ന് പുറകോട്ട് പോയിട്ടില്ല. പിന്നെ ആ ബിഷപ്പ് അങ്ങനെ പറഞ്ഞതെന്താ, ഈ ബിഷപ്പ് ഇങ്ങനെ പറഞ്ഞതെന്താ എന്നുള്ളതിൻ്റെ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഞാൻ പറഞ്ഞത്. 75 വർഷമായിട്ട് ഈ ബിഷപ്പുമാരുടെ അടുത്ത് MLA, MP, മന്ത്രി എന്നുള്ള നിലയിൽ മുഖ്യമന്ത്രി പദത്തിൽ വരെ ഇരുന്ന ആൾക്കാർക്ക് നല്ല ബന്ധമുണ്ട്. ആ ബന്ധം വെച്ചിട്ട് അവർ ചെന്ന് ഓരോരുത്തരോട് സംസാരിക്കുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ അവരിൽ ചിലർ നേരത്തെ BJP-യെ പിന്തുണച്ചതോ ഈ പാംപ്ലാനി പിതാവ് തന്നെ 350 രൂപ റബ്ബറിനാക്കിയാൽ BJP-ക്ക് വോട്ട് ചെയ്യാൻ തയ്യാറാണ് എന്ന് പരസ്യമായി പറഞ്ഞതോ, നിങ്ങൾ അരമനകൾ കയറിയിറങ്ങിയതോ, ആ ഘട്ടത്തിൽ അവരെ സ്വാധീനിക്കാൻ BJP അല്ലേ ശ്രമിച്ചത്? അപ്പോൾ നിങ്ങളുടെ സ്വാധീനത്തിന് വഴങ്ങിയാണോ അവർ അന്ന് അങ്ങനെ പറഞ്ഞത്? ഇപ്പോൾ മാറ്റി പറയുമ്പോൾ മാത്രം എന്താ അവരുടെ സ്വാധീനത്തിൽപ്പെടുത്തുന്നത്? അത് തന്നെ ഞാൻ പറയാം. അതായത് ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ അവർ മനസ്സിലാക്കുന്നു, അവർ പ്രതികരിക്കുന്നു. നിങ്ങൾ പറയുന്ന അല്ലെങ്കിൽ ഇടതുപക്ഷം പറയുന്ന വലതുപക്ഷം പറയുന്ന കാര്യങ്ങൾ അവർ കേൾക്കുന്നു, പ്രതികരിക്കുന്നു. ഈ ചർച്ച മുന്നോട്ട് വരട്ടെ, ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഞങ്ങൾ ഇനിയും പറയും. ഈ പറഞ്ഞ ഓരോ ബിഷപ്പുമാരെയും, ഓരോ കർദിനാളന്മാരെയും, ഓരോ ആർച്ച് ബിഷപ്പുമാരെയും ഞങ്ങളും പോയി കാണും. ഞങ്ങൾ പോയി കണ്ടു കഴിയുമ്പോൾ ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ, ഒന്ന് പറഞ്ഞു തീർത്തോട്ടെ. ഒറ്റ സെന്റൻസ്. ഞങ്ങൾ പറഞ്ഞു കഴിയുമ്പോൾ ഞങ്ങൾ ഇവരെ കണ്ടു കഴിയുമ്പോൾ അവരെന്തു പറയുമോ അന്ന് അതിനുള്ള മുൻകൂർ ജാമ്യം കൂടി എടുത്തു വച്ചോളൂ.